നമ്മുടെ അജിക്കുട്ടൻ വേണ്ട ചക്കര എൻ്റെ പൊന്ന് വേണ്ട പോന്ന വേണ്ട ചിക്കു ബഹളം ഉണ്ടാക്കുന്നു. എൻ്റെ കുഞ്ഞ് അവൻ്റെ കച്ചവടത്തിന് പോവുക. പാവം എന്തോ ചെയ്യാനാ, പോയേ ഒക്കത്തുള്ളൂ. പരീക്ഷയൊക്കെയാ, എന്നാലും പോകേണ്ടുന്നതിന് പോയേ പറ്റൂ. വേറെ കുഞ്ഞുങ്ങളൊക്കെയാണെങ്കിൽ പോകത്തില്ല. എൻ്റെ കുഞ്ഞ് പരാതിയില്ലാതെ ഞാൻ വഴക്കും പറഞ്ഞ് അടിച്ചും ചാടിച്ചും കൊണ്ട് നടക്കുന്നു. പക്ഷേ പോവാതിരിക്കാനൊക്കത്തില്ല, പോയേ ഒക്കത്തുള്ളൂ. അത് ഒരു സാധനം അത് കൊണ്ടുവന്ന് കൊടുത്തേ പറ്റത്തുള്ളൂ. ഉണ്ണിയപ്പം ഉണ്ടാക്കിയതുകൊണ്ട് അത് കൊണ്ടുവന്ന് കൊടുക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പോവുക. ഈച്ചയെങ്ങാനും വായിക്കകത്ത് കയറി പോയി കഴിഞ്ഞാൽ അതിനെ പിടിക്കാനിരി ഡോക്ടറെ വല്ലതും വിളിച്ചുകൊണ്ട് വരണമല്ലോ. ഇച്ചിരി കൂടെ തുറക്കാവോ? അയ്യോ, ഓ വായും കൊണ്ടാണ് നോക്കളെ കെട്ടുന്നേ. പിന്നെ അജിമോന് നട്ട ചീനിയുടെ ഒരു ലാസ്റ്റ് ഒരു ചീനി ഉണ്ടായിരുന്നു, അത് കിളച്ച് അത് ഞങ്ങൾ പിഴുതെടുത്ത്. അപ്പം അജിമോൻ അന്നേരം തന്നെ അത് പുഴുങ്ങി തിന്നണമെന്നുള്ള ആഗ്രഹവും. അവനത് വേവിച്ച് കഴിക്കാൻ അന്നേരം അതിന് നേരമില്ല. വേവിച്ച് കഴിക്കണമെങ്കിൽ അതിനുള്ള മീനോ ചിക്കനോ ഒന്നും നമ്മുടെ വീട്ടിലില്ല. അപ്പം ഞാൻ പെട്ടെന്ന് പുഴുങ്ങി. എനിക്കാണെങ്കിൽ അത് തിന്നിട്ട് നിറഞ്ഞിട്ട് വയ്യ വയറൊക്കെ. അജിമോനും അച്ചാച്ചനും ഒക്കെ 2-3 കഷ്ണം വെച്ച് തിന്ന്. ഞാൻ ഒത്തിരി തിന്ന്. കഞ്ഞിയും കുടിച്ച്, ഞാൻ കഞ്ഞിയും കുടിച്ച്. പണ്ടൊക്കെ കൊച്ചുനാളിൽ കഞ്ഞിയും പുഴുക്കും ഉണ്ടാക്കുമായിരുന്നു. കഞ്ഞിയും പുഴുക്കും, ചമ്മന്തി, ഉണക്കമീൻ ചുട്ടതോ അല്ലെങ്കിൽ വറുത്തതോ അങ്ങനെയൊക്കെ തരുമായിരുന്നു. ആ ഒരു ചിന്തയിൽ മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് പുഴുക്കും കഞ്ഞിയും കൂടെ കുടിച്ചു. ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് അതോ കുടിച്ചത്. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. പിന്നെ പജുമ വണ്ടിയെ കയറി, സൈക്കിളിൽ കയറി. കണ്ടോ, വലുതാക്കിയതാണ്. പോയി. പൂവിൻ്റെയൊക്കെ കാലമല്ലയോ. നമുക്കൊരു കുഞ്ഞ് അരിമുല്ലയുണ്ട്, അതേലൊക്കെ നിറച്ച് പൂക്കളുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞായിരുന്നു കപ്പപ്പുഴുക്കുണ്ടാക്കിയ കാര്യം. വേണ്ട, കപ്പപ്പുഴുക്കിരിക്കുന്നു. ഇവരൊക്കെ കഴിച്ചു, ഞാനും എല്ലാവരും, ഞങ്ങൾ 3 പേരും കഴിച്ചു. എന്നിട്ട് ബാക്കിയുള്ളത് കണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ വേവിക്കാൻ എടുക്കുന്ന പോലെ തന്നെ പുഴുക്കിനെടുത്ത് പുഴുങ്ങി നിറച്ചങ്ങ് കഴിക്കാവുന്നുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കപ്പയൊക്കെ. ഞാൻ പറയാറുണ്ടല്ലോ, രണ്ട് ചമ്മന്തി ഉണ്ടാക്കി വെച്ചേക്കുന്നത്, മുളക് ചമ്മന്തി. കൂടുതൽ ഞാനാണെങ്കിൽ ഒത്തിരി കഴിക്കും. അച്ചാച്ചനും അജിമോനും ഇച്ചിരി തിന്നുള്ളൂ. ദാണ്ട് അതിൻ്റെ ബാക്കി ദാണ്ട് ഇവിടെ ഇരിക്കുന്നു കപ്പ. ഇതിൻ്റെ ബാക്കി എടുത്ത് പുഴുങ്ങി കേട്ടോ, പുഴുങ്ങി. അപ്പം നമ്മുടെ അജിക്കുട്ടൻ കൊണ്ട് വിൽക്കുന്ന പപ്പടമായത് കേട്ടോ. ഈ പപ്പടം ഗുരുവായൂർ പപ്പടമാണ് അജിമോൻ കൊണ്ടുവന്ന് വിൽക്കുന്ന പപ്പടം. ഞാൻ അജിമോൻ്റെ കയ്യിൽ നിന്ന് ഒരു പപ്പട പാക്കറ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു. നമ്മൾ അങ്ങനെ ഒന്നും പപ്പടമൊന്നും ഉപയോഗിക്കത്തില്ല കേട്ടോ, വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കുന്നുള്ളൂ. അവന് വേണമെന്ന് തോന്നുമ്പോൾ എടുക്കും. ഇപ്പം ഇന്ന് എനിക്ക് തോന്നി ഒന്ന് എടുക്കണമെന്ന്. അപ്പം എന്നാണ്ട് അതെടുത്ത് ഞാൻ പൊള്ളിച്ച് വെച്ചു. ഇനി പിന്നെ ഞാനൊരു ശകലം കാബേജ് എടുത്തുകൊണ്ട് കാബേജ് ഉള്ളിയും കൂടെ അരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇനി ഒരു മുട്ട പൊരിക്കണം. പൊരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഉണ്ടാക്കും, കാണിക്കാം കേട്ടോ. പപ്പടം പൊള്ളിച്ച് വെച്ചേക്കുന്നു, അജുവിനുള്ള മുട്ട പൊരിച്ച് വെച്ചേക്കുന്നു,
അച്ചാച്ചനുള്ള ചോറും മുട്ട പൊരിച്ചതും അവിടെ ഇരിക്കുന്നു. എനിക്കുള്ള മുട്ട പൊരിച്ചത് ഇവിടെ ഇരിക്കുന്നു. അപ്പം ഞാനിതൊന്ന് കടുവൊന്ന് പൊട്ടിക്കുക കേട്ടോ. നമുക്കിതൊന്ന് ഉണ്ടാക്കാം. കടുവൊന്ന് പൊട്ടി കഴിയുമ്പം കറിവേപ്പില എടുത്തുകൊണ്ട് വരണമെങ്കിൽ മുറ്റത്ത് ഇറങ്ങിപ്പോകണം. എനിക്ക് മുറ്റത്തോട്ട് ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല. കറിവേപ്പില ഇഷ്ടം പോലുണ്ട്, പക്ഷേ ഞാൻ ഇറങ്ങുന്നില്ല. നമുക്കിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുരുകുരാന്ന് എന്നെ കൊത്തി അരിഞ്ഞതല്ല കേട്ടോ, നീളത്തിലരിഞ്ഞെടുത്തതാണേ. നീളത്തിലരിഞ്ഞെടുത്തതാണ്. കൊത്തി അരിയാമെങ്കിൽ ഇത് ശരിക്കും കൊത്തി അരിയണ്ട. ഇത് നീളത്തിനരിഞ്ഞ് ഇങ്ങനെ മെഴുക്കുവരട്ടി പോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ കൂടെ നമുക്ക് സത്യം പറഞ്ഞാൽ വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ ഒരു രസമായിരുന്നു. കടുക് പൊട്ടിക്കുമ്പോൾ തന്നെ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം കറിവേപ്പില. അങ്ങനെ ഇതിന് വേണ്ടുന്നത്. പിന്നെ ഇതിന് വേണ്ടുന്ന വേറൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറ്റൽമുളകോ ഉണ്ടമുളക് പോലത്തെ മുളകുണ്ട്. പിന്നെ ചുമന്ന മുളക് ഉണ്ടമുളക് പോലെ ഇരിക്കുന്ന സൈസ് കിട്ടും. അതാണെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ നമ്മുടെ വറ്റൽമുളക്, പാണ്ടിമുളക് എന്നൊക്കെ പറയും, ആ മുളക് അത് മതി. പിന്നെ അത് എണ്ണയ്ക്കകത്തോട്ടൊന്ന് നല്ലതായിട്ടൊന്ന് വറുത്ത് ഇങ്ങനെ കോരിയിട്ട് ഇടികല്ലേ വെച്ച് ഇടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് പൊടിച്ച് എടുക്കുന്ന പോലെ അങ്ങനെ പൊടിച്ചെടുത്താലും. എന്നിട്ട് ഇതിൽ ചേർക്കുക ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഇരിപ്പില്ല കേട്ടോ, ഇവിടെ ആ മുളക് ഇരിപ്പില്ല, വറ്റൽമുളക് ഇരിപ്പില്ല, മുളക് പൊടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർക്കണം. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ മറ്റേ ആ ഒരു ടേസ്റ്റ് ചിലപ്പം കിട്ടാൻ സാധ്യതയില്ല. ഇത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലതായിട്ട് വഴണ്ട് വെന്ത് വരണം. എന്നിട്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കാൻ. ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ചൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേന് ഹരിയേട്ടനോട് അങ്ങ് കാര്യം പറഞ്ഞു പോയി. നമ്മൾ ആ കാബേജെല്ലാം നല്ലതായിട്ട് വഴറ്റി എല്ലാം കഴിഞ്ഞിട്ട് അത് വേവും നല്ലപോലെ ഉപ്പും ചേർത്ത് കഴിഞ്ഞ്. എന്നിട്ട് അത് നമ്മൾ 2, 3, 4 നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ അത്രയും പപ്പടം ഇങ്ങനെ പൊള്ളിച്ച് വെച്ചിട്ട് അതിലോട്ട് പൊടിച്ച് ചേർക്കുക. ഇതിനകത്ത് നമുക്ക് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു, വറ്റൽമുളക് വറുത്തിട്ടോ പിന്നെ അല്ലെങ്കിൽ ചുട്ടിട്ടോ ഇടികല്ലേ വെച്ച് ഇടിക്കുവോ ചതയ്ക്കുവോ എന്തുവെന്ന് വെച്ചാൽ ചെയ്തിട്ട് ഇതിനകത്ത് വാരിയിട്ടിട്ട് പിന്നെ ഈ പപ്പടവും കൂടെ ചേർത്ത് നല്ലതായിട്ട് കൈവച്ച് ഞെരിടുവോ അല്ലാതെ പിന്നെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി എടുത്താലും മതി. എന്തുമായാലും കൈവച്ച് ഞെരടി എടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പക്ഷേ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇത് വെച്ചിട്ട് തന്നെ അങ്ങനെ ഇതാക്കുമായിരുന്നു ചെയ്തത്. പപ്പടം ഇടുമ്പോൾ നമ്മൾ പപ്പടം പൊട്ടിച്ചിടും. എന്നിട്ട് എന്താണ്ടേ അച്ചാച്ചന് ഞാൻ എടുത്തു വെച്ചു. എന്താണ്ടേ മുട്ട പൊരിച്ചതും അത് പപ്പടവും കാബേജും കൂടെ ഉള്ള ഇതും പിന്നെ ചക്കക്കുരു മെഴുക്ക് വരട്ടി എടുത്ത് ഞാൻ അച്ചാച്ചന് വെച്ച് കേട്ടോ. അച്ചാച്ചന് വെച്ച് ഇനി അച്ചാച്ചനെ വിളിച്ചിട്ട് കൊടുക്കാം. അജുമോനുള്ള മുട്ട പൊരിച്ചതും ഒക്കെ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ അജുവിനും കൂടെ അങ്ങ് കൊടുക്കാം. അപ്പോൾ അജുമോനുള്ളത് വേണ്ട കൊണ്ടുവന്നു. അജുവിൻ്റെ പപ്പടം എടുത്തേക്കുവാ ഇന്ന് ഒരു കവർ എടുത്തോളാൻ പറഞ്ഞ് ചോദിച്ചപ്പം. അപ്പോൾ അജുവിന് കാബേജും പപ്പടവും കൂടെ ഉള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ ഇളക്കി തിന്നാനാണ്. കൊള്ളാമെങ്കിൽ തിന്നോ, ഇഷ്ടപ്പെടുക. എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഞാൻ വെളിയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത്. പാത്രം തരാം. അജുവിനൊരു പാത്രം എടുത്തു കൊടുക്കട്ടെ. അജു മുഖത്ത് നോക്കുവോ. അപ്പോൾ അജുമോന് കഴിക്കാൻ കൊടുത്ത് അജുവിന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അജുവിന് അന്നേരം പപ്പടം കൊണ്ടുള്ള ചമ്മന്തി ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് പറഞ്ഞു. അതും അവന് ഇഷ്ടമാണ്. അച്ചാറിരിപ്പുണ്ട്. അപ്പം അച്ചാർ ഇച്ചിരി കൊടുക്കാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഒഴിച്ച കറികളൊന്നുമില്ല നമുക്ക് കേട്ടോ. നമുക്ക് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജുവിന് ഈ ഒഴിച്ചു കറിയൊന്നും മീൻ കറിയോ ചിക്കൻ കറിയോ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അവന് ഇഷ്ടപ്പെടുന്നത് അല്ലെ പരിപ്പായിരിക്കണം, അല്ലെ മോരായിരിക്കണം. പിന്നെ അച്ചാച്ചനാണെങ്കിൽ ഇപ്പോൾ ഒഴിച്ചു കറിയോടൊന്നും ഒരു താല്പര്യമില്ല. അച്ചാച്ചന് ഇഷ്ടം ഇപ്പോൾ ഇതുപോലൊക്കെ ഉള്ളതും ചമ്മന്തി അങ്ങനെയൊക്കെ ഓരോന്നൊക്കെയാണ് അച്ചാച്ചന് ഇപ്പോൾ ഇഷ്ടം. അപ്പം അജുമോൻ ഇച്ചിരി ഒരു കഷ്ണം നാരങ്ങയും കൂടെ കൊടുക്കട്ടെ. മാങ്ങ ഇല്ല.